ആട് പാമ്പേ ആടാട് പാമ്പേ ആടാട് പാമ്പേ ആട് പാമ്പേ ആടാട് പാമ്പേ ആടാട് പാമ്പേ. ഈ പാമ്പ് പി ജെയിംസ് ആണ്. പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ പി നമ്മൾ അവിടെ ആടിക്കൊണ്ടിരിക്കുക. നമ്മളോട് വേറെ പരിപാടി ചെയ്യുമ്പോൾ നമുക്ക് സദ്യവട്ടം അതിന്റെ അവസാന മണിക്കൂർ മിനിറ്റിലേക്ക് കിടക്കണം. കുറച്ച് ഉപ്പേരി കൂടെ വർത്താലോ. അറിയാവുന്ന ഒരാളെ വിളിച്ചാലോ? എന്റെ ഭാര്യ വന്നു. അതാണ് വരൂ ഉഷ. മേഡം കണ്ണാടിയൊക്കെ ഊരിയിട്ട് വെച്ചിട്ടവിടെ വരൂ. കണ്ണാടിയൊക്കെ പുറത്ത് കാണിക്കണ്ട അല്ലേ? അപ്പൊ ഇതിനൊരു പണി അറിയാവുന്ന ഒരാൾ വേണമല്ലോ. നമുക്ക് കുറച്ച് ഉപ്പേരി പറഞ്ഞോളൂ. ഉപ്പേരി വറ 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 അങ്ങനെ പറഞ്ഞിട്ടോ. മതിയായിരിക്കും അല്ലേ? തൽക്കാലത്തൊക്കെ ആയിട്ട് തോന്നുന്നു അല്ലേ? നല്ല എണ്ണ നല്ല തിളച്ച് നല്ല തിളതിളാണ്. വിജയ PCR ഇൻസ്ട്രക്ഷൻ വന്നു. തുപ്പല് തെറിക്കല്ലേ? പറവറാന്ന് വരുമ്പോ തുപ്പല് തെറിക്കൂല. അത് ദൂരെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. ഇപ്പൊ ഉപ്പേരിക്ക് കൂടെ നിൽക്കുന്ന പയ്യനുണ്ടല്ലോ, ഉടനെ നമുക്കൊരു സദ്യ തരും. ഗോകുലോ? ഗോകുൽ രവി വിവാഹിതനാകാൻ പോകുന്നു. എസ്കേൻ ആരാധികമാരുടെ നെഞ്ചിൽ ആയിരക്കണക്കിന് ആരാധകരെ ആ വാർത്ത ഇങ്ങനെ ഗോകുൽ രവിയും കല്യാണം കഴിക്കുന്നു. ഫ്രിജിന്റെ വകയായിട്ടൊരു പാട്ട് മംഗളം ആരാധികമാരുടെ നെഞ്ചിടിപ്പ് ഇങ്ങനെ മംഗളം നേരുന്നു പഠിക്കും. മംഗളം നേരുന്നു ഞാൻ മനസ്സിന് മംഗളം നേരുന്നു ഞാൻ. അല്ല, ഈ പാട്ട് ഇപ്പൊ എന്തിനാ ഇവിടെ പാടുന്നു? അത് SK പറഞ്ഞു പാടി. അല്ല ഗോകുലേ, ആ പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്താൻ പറ്റുന്ന അവസ്ഥയായോ? പേര് ആര്യലക്ഷ്മി എന്നാണ്. ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. അവര് ഉറച്ചോ? 22 നിശ്ചയാണ് എസ്കേൻ. അല്ല, ആ ആര്യലക്ഷ്മിയുടെ ക്ഷമാശീലം അമ്പേ കേമം ഗോകുലത് രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു. യഥാർത്ഥത്തില് ഈ ആര്യലക്ഷ്മി വിവാഹം കഴിക്കുന്ന കാര്യം വീട്ടുകാരെ അറിയിപ്പായി എടുത്ത് ആളുകളെയൊക്കെ അറിയിക്കണം. രണ്ട് ദിവസം ലീവ് കൊടുക്കാം അല്ലേ? 1.5 ദിവസം പോരെ? ഒരു ദിവസം വണ്ടി യാത്ര ചെയ്ത് അവിടെ ചെല്ലാനും 1/2 ദിവസം ഇങ്ങോട്ട് യാത്ര. അപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ റെഡി, ഉപ്പേരി റെഡി.